അഗ്രഹാര വീഥിയിൽ അനുഗ്രഹവർഷം ചൊരിഞ്ഞ് കൽപ്പാത്തിയിൽ ദേവരഥ സംഗമം 3 ദിവസങ്ങളിലെ രഥപ്രയാണം പൂർത്തിയാക്കി ദേവരഥങ്ങൾ തേരുമുട്ടിയിൽ അല്പസമയത്തിനകം സംഗമിക്കും. തേരിലേറിയ ദേവതകളെ കണ്ടുതൊഴാൻ പതിനായിരങ്ങളാണ് കൽപ്പാത്തിയിൽ എത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധികൾ സൂരജ് സജിയും ശ്രീജിത് ശ്രീകുമാരനും വിശദാംശങ്ങളുമായി ആദ്യം സൂരജിലേക്ക്. സൂരജ്, ദേവരഥ സംഗമം അതാ നടക്കാറായോ? 3 ദിവസമായി നടന്ന തേരുത്സവം അതിന്റെ പരിസമാപ്തി കുറിക്കുന്ന ദേവരഥ സംഗമം അല്പസമയത്തിനകം നടക്കും. വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിന് മുൻപിലാണ് ദേവരഥ സംഗമം നടക്കുന്നത്. 4 ക്ഷേത്രങ്ങളിലെ 6 രഥങ്ങളാണ് ഈ ക്ഷേത്രത്തിന് മുന്നിലായി സംഗമിക്കുന്നത്. ഇത് കഴിഞ്ഞ എത്രയോ കാലങ്ങളായി നടന്നു വരുന്ന ഒരു ഉത്സവമാണ്. പാലക്കാട്ടുകാരുടെ ഏറ്റവും വലിയ ഉത്സവം കൂടിയാണ്. അതിൽ പങ്കെടുക്കുന്നതിനായി പാലക്കാട്ട് നിന്നുള്ളവർ മാത്രമല്ല, വിവിധ ഇടങ്ങളിൽ നിന്നൊക്കെയുള്ള മറ്റ് ജില്ലകളിൽ ദൂരദിക്കിൽ നിന്നുള്ളവരൊക്കെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രതിനിധികൾ ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി ശ്രീജിത് ശ്രീകുമാരനിലേക്കാണ്. ശ്രീജിത്ത്, എപ്പോഴാണ് ദേവരഥ സംഗമം? അനുജ, അല്പസമയത്തിനകം ചരിത്രപ്രസിദ്ധമായ കൽപ്പാത്തി രഥോത്സവത്തിന്റെ ദേവരഥ സംഗമം നടക്കും. അതിനായി തേരുകൾ, അതായത് രഥങ്ങൾ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന്റെ ഒപ്പമുള്ള പ്രധാനപ്പെട്ട വലിയ തേരും അതുകൂടാതെ ഗണപതിയും സുബ്രഹ്മണ്യനും അടങ്ങുന്ന 2 തേരുകളും വരുന്നുണ്ട്. അവർ പുറകിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി വരാനുള്ളത് ഏറ്റവും പുറകിൽ ചാത്തപ്പുരം രഥം വരാനുണ്ട്. ചാത്തപ്പുരം രഥം അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ട് എത്തിച്ചേരും. ഇപ്പോൾ ഒരു രഥം ഇവിടെ കൊണ്ട് വന്ന് നിർത്തിയിട്ടുണ്ട്. ഇനി ഇത് ഏതാണ്ട് ഒരു ത്രിസന്ധ്യ നേരമായി കഴിഞ്ഞു. സ്വാഭാവികമായി അസ്തമയ സൂര്യന്റെ ആ ഒരു ചെങ്കിരണങ്ങളൊക്കെ പല മേഖലയിലും ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ആ ഒരു ത്രിസന്ധ്യ നേരത്താണ് വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രം അതാ തേര് ഇപ്പുറത്തേക്ക് എടുക്കുകയാണ്. ദേവരഥ സംഗമത്തിലുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു എന്ന് നമുക്ക് നിസ്സംശയം പറയാം. എന്തായാലും ഭക്തജനങ്ങളുടെ അല്ലെങ്കിൽ ഈ കാഴ്ച കാണാൻ നയന മനോഹരമായ ആഘോഷ തിമിർപ്പുള്ള അതിന് അപ്പുറത്തേക്ക് ഭക്തിസാന്ദ്രമായ ഈ കാഴ്ച കാണാൻ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പോലീസും അതുപോലെ തന്നെ സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രാദേശിക വളണ്ടിയർമാരും അടക്കം ഈ തേര് വലിക്കുന്ന സമയത്ത് ആളുകൾക്ക് അപകടം പറ്റാതിരിക്കാനുള്ള മറ്റു നടപടിക്രമങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ വടവും അതുപോലെ തന്നെ കൈ കോർത്ത് പിടിച്ചുകൊണ്ട് ആളുകളെ മാറ്റുന്നുണ്ട്. അത് ആനയാണ് ഗണപതിയുടെ തേര് തള്ളുന്നത്. ഗണപതിയല്ല, സുബ്രഹ്മണ്യനാണെന്ന് തോന്നുന്നു അല്ലേ? സുബ്രഹ്മണ്യന്റെ തേര് തള്ളുന്നത് ആനയാണ് തള്ളുന്നത്. അത് പുറകിൽ നിന്ന് വലിക്കുന്ന അത്ര കണ്ട് വലിയ തേരുകളാണ്. സ്വാഭാവികമായി ആളുകളുടെ ആ ഒരു ബലം കൊണ്ട് മാത്രം വരില്ല. അത് ദേവരഥ സംഗമത്തിനായി തേരുകൾ ഓരോന്നോരോന്നായി കടന്നു വരുന്ന മനോഹരമായ കാഴ്ചയാണ്. ചാത്തപ്പുരമാണ് കടന്നു വരുന്നതെന്നാണ് തോന്നുന്നത്. എന്തായാലും അപ്പുറത്ത് തൊട്ടടുത്ത് മന്തക്കര മഹാഗണപതി അവിടെ തന്നെ തുടരും. അവിടെ നിന്നാണ് ദേവരഥ സംഗമം മന്തക്കര മഹാഗണപതി കാണുക. ഈ തേരുകളെല്ലാം ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഈ നമ്മുടെ തൊട്ട് മുകളിലുള്ള ദൃശ്യങ്ങളിലുള്ള തേരുകൾ പൂർണ്ണമായി ആ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന്റെ മുൻവശത്തേക്ക് എത്തിച്ചേരും. ഇനി ചാത്തപ്പുരം മഹാഗണപതി കൂടിയാണ് കടന്നു വരാനുള്ളത്. ചാത്തപ്പുരം മഹാഗണപതി അല്ലേ ചേച്ചി കടന്നു വരാനുള്ളത്? ഇതുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആയല്ലേ? എങ്ങനെയാണ് ഇപ്പോൾ ചേച്ചി അടക്കമുള്ള ആളുകൾ എല്ലാ വർഷവും വരാറുള്ള ആളുകൾ ഇവിടുത്തെ അടുത്ത വർഷമേ ഉള്ളൂ? നമ്മുടെ ഇവിടെ കാണാൻ വന്നൊരു ചേച്ചിയാണ് ഇപ്പോൾ സംസാരിച്ചത്. അടുത്ത വർഷമേ ഉള്ളൂ. അതായത് ഇനി കൽപ്പാത്തിക്കാർക്ക് അല്ലെങ്കിൽ പാലക്കാട്ടുകാർക്ക് ഒരു കാത്തിരിപ്പാണ്, ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. ഇതൊരു ഭയങ്കര വിഷമമാണ്. ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന 7 ദിവസം നീണ്ടു നിൽക്കുന്ന സംഗീതോത്സവം, അതിനുശേഷം ആ സമയമൊക്കെ കൽപ്പാത്തിയിൽ അഗ്രഹാര തെരുവുകൾ ഈ രഥോത്സവത്തിനായി ഒരുങ്ങും. ആ തേര് കടന്നു വരികയാണ്. എന്നാലും ആ രഥോത്സവത്തിനായി ഒരുങ്ങിയതിനു ശേഷം ആ ഒരുക്കമാണ് പ്രധാനമായും വരുന്നത്. ചാത്തപ്പുരം ആണ് വരുന്നത്, ചാത്തപ്പുരം രഥമാണ് വരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതുകൂടി വന്ന് ഈ തൊട്ട് മന്തക്കര മഹാഗണപതി ക്ഷേത്രത്തിന്റെ പരിസരത്ത് നിന്ന് തിരിച്ചു പ്രയാണം നടത്തി വന്ന ആ തേര് കൂടി അവിടേക്ക് വന്ന് നിൽക്കുന്ന സമയത്തോടു കൂടി ദേവരഥ സംഗമം പൂർത്തിയാകും. ദേവരഥ സംഗമത്തിനായുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ അവസാനവട്ട കാത്തിരിപ്പിലാണ്. വലിയ തിരക്ക്, വലിയ ഭക്തജന തിരക്ക്. അതിനപ്പുറത്തേക്ക് പാലക്കാട്ടുകാരുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ മലയാളിക്കരയുടെ ഒരാവേശം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്ന കാഴ്ച. എന്തായാലും ഇനി അടുത്ത വർഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ പരമാവധി ആ കാഴ്ചകൾ ഒപ്പിയെടുക്കുക, മനസ്സിലേക്ക് പതിപ്പിക്കുക. പിന്നീട് ആ മനസ്സിലേക്ക് പതിപ്പിച്ച കാഴ്ചകളെ ഒന്നുകൂടി മനസ്സിലിട്ട് അറ്റിക്കുറുക്കിക്കൊണ്ട് അടുത്ത വർഷത്തെ കൽപ്പാത്തി രഥോത്സവത്തിന് വീണ്ടും കാണാമെന്ന് പറഞ്ഞ് ഇവിടുന്ന് ആളുകൾ മടങ്ങുന്ന ഒരു കാഴ്ചയായിരിക്കും ഉണ്ടാവുക.
കൽപ്പാത്തിക്കാർ അവർ വിദേശത്തായാലും അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായാലും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായാലും ഈ രഥോത്സവം നടക്കുന്ന ദിവസങ്ങളിൽ എന്തു വില കൊടുത്തും ഈ നാട്ടിലെത്താൻ അഗ്രഹാരത്തിൽ അവരുടെ ഗ്രാമത്തിലെത്താൻ അവർ എന്തായാലും തീരുമാനമെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിൽ വിദേശത്തുള്ള നിരവധി ഉദ്യോഗസ്ഥരുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ മറ്റു പല മേഖലയിലും ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, കൽപ്പാത്തിയിൽ തന്നെ ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്. അങ്ങനെ ഇത് അവരുടെ ഒരു പ്രാദേശിക അഹങ്കാരം എന്നുകൂടി വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നമ്മുടെ ഒരു ട്രഡീഷണൽ സംസ്കാരത്തിൻ്റെ കൂടി ഭാഗമെന്ന് നിസ്സംശയം നമുക്ക് നിസ്തർക്കം പറയാവുന്ന കാര്യമാണ്. കൽപ്പാത്തിപ്പുഴയോരത്ത് കൽപ്പാത്തിപ്പുഴയിൽ അപ്പുറത്തേക്ക് ഭാരതപ്പുഴയ്ക്ക് അപ്പുറത്തേക്ക് പൊന്നാനിയിൽ അറബിക്കടലിനക്കരെ സൂര്യൻ മറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ത്രിസന്ധ്യ നേരമായി കഴിഞ്ഞു. ആകാശ ദൃശ്യങ്ങൾ പകർത്തുന്ന ഡ്രോണുകൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും നയന മനോഹരമായ കാഴ്ച, ദേവരഥ സംഗമമെന്ന കണ്ണിന് ഇമ്പം പകരുന്ന കാഴ്ച കാണാൻ ഇനി ഏതാണ്ട് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പ് അതാ മന്തക്കര മഹാഗണപതിയുടെ പരിസരത്ത് നിന്ന് വന്ന തേര് ഇത് ഇങ്ങോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി ചാത്തപ്പുരം ഏറ്റവും പുറകിലാണ് നിൽക്കുന്നത്. ഒരൊറ്റ ഫ്രെയിമിൽ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരൊറ്റ ഫ്രെയിമിൽ എല്ലാ രഥങ്ങളും അങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ച. ആകാശ ദൃശ്യങ്ങൾ കൂടി അരുൺ എഴുപുന്ന നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അരുൺ എഴുപുന്ന പകർത്തുന്ന ആകാശ ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ ഏറ്റവും നയന മനോഹരമായി കാണാനാവുക. എന്തായാലും വലിയ തോതിൽ ആളുകൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളുമായി പോലീസുണ്ട്. അല്പസമയത്തിനകം തന്നെ അനുജ ചരിത്ര പ്രസിദ്ധമായ കൽപ്പാത്തിയുടെ മലയാളിയുടെ ദേവരഥ സംഗമം നടക്കും. വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയിൽ ക്ഷേത്രത്തിന് മുൻവശത്ത് വെച്ച് ആ ദേവരഥ സംഗമം നടക്കും. കാശിയിൽ പാതി കൽപ്പാത്തി എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്തിൻ്റെ ഒരു ചരിത്രം വിളിച്ചോന്ന തരത്തിൽ, ഒരു പാരമ്പര്യം വിളിച്ചോന്ന തരത്തിലുള്ള ഒരു ദേവരഥ സംഗമത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ അവസാനവട്ട കാത്തിരിപ്പ്. അത് മനസ്സിലിട്ട് ആറ്റിക്കുറുക്കിക്കൊണ്ട് അടുത്ത വർഷത്തേക്ക് വരെ ആ കാഴ്ച കണ്ണിനും മനസ്സിനും പോകാത്ത തരത്തിലേക്ക് മാറ്റാൻ ഇവിടെ വന്ന ഓരോ മനുഷ്യരും ഒരുങ്ങിക്കഴിഞ്ഞു. അനുജ, അല്പസമയത്തിനകം പാലക്കാട്ടുകാർ കാത്തിരുന്ന ദേവരഥ സംഗമം അത് നടക്കും. വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിന് മുന്നിലാണ് ദേവരഥങ്ങൾ സംഗമിക്കുന്നത്. 4 ക്ഷേത്രങ്ങളിൽ നിന്നുള്ള 6 രഥങ്ങളാണ് ഇവിടെ സംഗമിക്കുന്നത്. ഇതിൽ മന്തക്കര ഗണപതി ക്ഷേത്രത്തിൽ നിന്നുള്ള രഥം അങ്ങോട്ടേക്ക് എത്തിച്ചേരുകയാണ്. ഒപ്പം മറ്റ് രഥങ്ങൾ കൂടി എത്തുന്നതോടെ ഇത് ദേവരഥ സംഗമം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് തന്നെ കടക്കുമെന്നുള്ളതാണ്. ഈ ചടങ്ങിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു കഴിഞ്ഞ 10 നാളുകളായി കൽപ്പാത്തിക്കാർ ഉണ്ടായിരുന്നത്. 10 ദിവസത്തെ ഉത്സവമാണ് നടക്കുന്നത്. ഇതിൽ പലതരത്തിലുള്ള പരിപാടികൾ, സാംസ്കാരിക പരിപാടികൾ, വേദപാരായണം ഉൾപ്പെടെ ഈ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. 3 ദിവസമാണ് ഇതിൽ തേരുത്സവം നടക്കുന്നത്. അതിൽ 3-ാം ദിവസമാണ് ഇന്ന്. 3-ാം ദിവസമാണ് ദേവരഥ സംഗമം നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നല്ല തിരക്ക് ഈ പരിപാടിയിൽ, അത് ഭക്തരുടെ തിരക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനൊക്കെയായി ഉണ്ടായിരുന്നു. വിവിധ ഇടങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകൾ ഇന്നും രാവിലെ മുതൽ തന്നെ അങ്ങോട്ട് വരുന്ന കാഴ്ചയാണ് കണ്ടത്. കൽപ്പാത്തി രഥോത്സവം എന്ന് പറയുന്നത് അത് കേരളത്തിൻ്റെ ഉത്സവമാണ്, പാലക്കാടിൻ്റെ മാത്രം ഉത്സവമല്ല. കേരളത്തിൻ്റെ ഒരുപക്ഷെ ഏറ്റവും ആകർഷകമായ ഉത്സവങ്ങളിൽ ഒന്നേത് എന്ന ചോദ്യത്തിന് ഉത്തരം കൂടിയാണ് കൽപ്പാത്തി രഥോത്സവം എന്നുള്ളത്. പാലക്കാടിൻ്റെ സാംസ്കാരിക ഉത്സവം കൂടിയാണ് രഥോത്സവം. 700 വർഷത്തിലേറെ പഴക്കമുള്ള ക്ഷേത്രമാണ് വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രം. അത് കാശിയുടെ അതേ മാതൃകയിലുള്ള ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് കാശിയിൽ പാതി കൽപ്പാത്തി എന്ന തരത്തിലേക്ക് ഇതിനെ വിശേഷിപ്പിക്കുന്നതും. കൽപ്പാത്തി പുഴ അതിനോട് ചേർന്ന് തന്നെ ഒഴുകുന്നുണ്ട്. അങ്ങനെ മനോഹരമായൊരു കാഴ്ച, മനോഹരമായൊരു സായം സന്ധ്യ, അതിലുമൊക്കെ ഏറെ മനോഹരമായൊരു ദേവരഥ സംഗമമാണിപ്പോൾ ഈ ക്ഷേത്രത്തിന് മുന്നിൽ നടക്കുന്നത്. അതിൻ്റെ തത്സമയ ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദേവരഥ സംഗമം 6 ദേവരഥങ്ങൾ ഒരുമിച്ച് സംഗമിക്കുകയാണ് ക്ഷേത്രത്തിന് മുന്നിൽ. ശിവപാർവതിമാരുടെ രഥങ്ങളുണ്ട്, കൂടാതെ ഗണപതിയുടെയും മുരുകൻ്റെയും ഒക്കെ രഥങ്ങളുണ്ട്. അങ്ങനെ ഏറ്റവും വലിയ രഥമാണതിൽ ശിവപാർവതിമാരുടെ രഥം. ചില രഥങ്ങൾ അത് തള്ളുന്നതിന് വേണ്ടി ആനകൾ ഉണ്ട്. ആ കാഴ്ചകളൊക്കെ നമ്മൾ അവിടെ കാണുന്നുമുണ്ട്.